വാർഡംഗങ്ങളുടെ അറിവിലേക്കായി സ്ഥാപിച്ചിരുന്ന എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് 3-ാം വാർഡ് ഗ്രാമസഭയുടെ ബോർഡ് എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വാർഡ് LDF അംഗം KS രാധാകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഗ്രാമസഭ. ഇതു സംബന്ധിച്ച അറിയിപ്പ് ഗ്രാമസഭ നടക്കുന്ന പെരുമാൾപ്പടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഹാളിന് മുൻപിലാണ് സ്ഥാപിച്ചിരുന്നത്. ഹാൾ അധികൃതരുടെ അനുമതിയോടെ അവരുടെ സ്ഥലത്താണ് ബോർഡ് വെച്ചിരുന്നത്. എന്നാൽ ഇത് ഗ്രാമസഭയ്ക്ക് മുൻപ് തന്നെ പഞ്ചായത്ത് അധികൃതർ എടുത്തുമാറ്റി നശിപ്പിച്ചു. ഇക്കാര്യം ചോദ്യം ചെയ്തായിരുന്നു KS രാധാകൃഷ്ണന്റെ പ്രതിഷേധം. ഗ്രാമസഭ നടത്തേണ്ടത് നിയമപരമായ ആവശ്യമാണ്. ഓരോ ഗ്രാമസഭയിലും 10% ആളുകൾ പങ്കെടുത്തെങ്കിലേ ഗ്രാമസഭ നിയമാനുസൃതമാകും. അങ്ങനെ പങ്കെടുക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കല്, പോസ്റ്റർ ഒട്ടിക്കല്, ബോർഡ് വെക്കല്, ഇതെല്ലാം ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യവും. അതിന്റെ അടിസ്ഥാനത്തിൽ 3-ാം വാർഡ് ഗ്രാമസഭ നടക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ മുൻപിൽ പള്ളിയോട് ചേർന്നുള്ള പള്ളിയുടെ സ്ഥലത്ത് ഞാനൊരു ബോർഡ് സ്ഥാപിച്ചു. ആ ബോർഡ് ഞാനവിടെ സ്ഥാപിക്കാൻ അടിസ്ഥാന കാരണം ഞായറാഴ്ചയാണ് ഗ്രാമസഭ. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ അവിടെ കുർബാനയാണ്. എൻ്റെ വാർഡിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവിടെ കുർബാനയ്ക്ക് എത്തുന്നവരാണ്. അപ്പം അവര് ഈ കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും അവര് ഗ്രാമസഭയിൽ പങ്കെടുക്കും. എനിക്ക് കോറം തികഞ്ഞ് ഗ്രാമസഭ കൂടാൻ പറ്റും. ഈ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ബോർഡ് അവിടെ സ്ഥാപിച്ചത്. പക്ഷേ ശനിയാഴ്ച വൈകിട്ട് ഞാൻ വന്നപ്പോൾ ബോർഡ് അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പരിസരവാസികൾ പറഞ്ഞത് ബോർഡ് പഞ്ചായത്തിന്റെ ഒരു വണ്ടിക്ക് കുറെ ബോർഡുകൾ വേറെ കൊടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ബോർഡ് എടുത്തുകൊണ്ട് പോയതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ആ സമയം തന്നെ സെക്രട്ടറി വിളിച്ച് ഞാൻ പറഞ്ഞത് ശരിയല്ല. പഞ്ചായത്തിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഒരു പൊതുവായ ആവശ്യം, ഗ്രാമസഭ നടക്കേണ്ടത് പഞ്ചായത്തിന്റെ പൊതുവായ ആവശ്യം. അത് കണ്ടുകൊണ്ടാണ് ബോർഡ് വെച്ചത്. അപ്പൊ ആ ബോർഡ് എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറയുക, അല്ലെങ്കിൽ എന്നോട് മാറ്റാൻ ആവശ്യപ്പെടുക. ഇതൊന്നും ചെയ്തില്ല. ഞാൻ പള്ളിയുടെ മതിലിനോട് ചേർന്ന് സ്വകാര്യ സ്ഥലത്ത്, ആ മതിലിനോട് ചേർന്ന് പള്ളി കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട് മതിൽ കിട്ടിയപ്പോൾ. ആ സ്ഥലത്താണ് ഈ ബോർഡ് ഇരിക്കുന്നത്. അതാണ് ധിക്കാരപൂർവ്വം എടുത്ത് നശിപ്പിച്ചിരിക്കുന്നത്. LDFിലെ മറ്റു 4 അംഗങ്ങളും ധർണയിൽ പങ്കെടുത്തു. ഗ്രാമസഭ നിയമാനുസൃതമാകണമെങ്കിൽ 10% ഹാജർ വേണം. അതിനാൽ എല്ലാവരെയും അറിയിക്കാൻ ഉദ്ദേശിച്ചാണ് ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ സെക്രട്ടറി പറയുന്നത് ബോർഡ് നീക്കിയത് ഹൈക്കോടതി നിർദ്ദേശമുള്ളതുകൊണ്ടാണെന്നാണ്. എന്നാൽ പല കാര്യങ്ങൾക്കായി UDF സ്ഥാപിച്ച ബോർഡുകളെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഇതിന് പ്രതികരണം ഉണ്ടാകും. ഒന്നില്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ബോർഡ് ഇവിടെ എത്തിക്കുക, അതല്ലെങ്കിൽ ഞാൻ അതിന്റെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് വരുമെന്ന് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒരനക്കവും ഇന്നലെ വരെ ഞാൻ കാത്തു. എനിക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഏകപക്ഷീയമാണ്. അതായത് ചില തൽപര രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ ഇപ്പോഴും മര്യാദയിലിരിക്കുന്നു. VD സതീശന്റെ ബോർഡ് പഞ്ചായത്തിന്റെ തൊട്ട് വടക്കേ പറമ്പിലിരിക്കുന്നു. തൊട്ട് വടക്കേ പറമ്പ് ഡോണോ മാഷിന് പിന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം കിട്ടിയതിന്റെ ബോർഡ് പിന്നെ വൈപ്പിങ്ങരയിൽ എല്ലായിടത്തും വെച്ചേക്കും. ഈ ബോർഡൊന്നും കാണാനുള്ള കണ്ണ് പഞ്ചായത്ത് അധികാരികൾക്കില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എളങ്കുന്നപ്പുഴ പഞ്ചായത്തിന് മാത്രം ഒരു ഹൈക്കോടതി എറണാകുളത്ത് തുറന്നിട്ടുണ്ട്. ആ ഹൈക്കോടതിയാണ് ഇതൊക്കെ വിധിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന്റെ മതിലിൽ ചാരി UDF ജാഥയുടെ ബോർഡും ഇരിപ്പുണ്ട്. മാത്രമല്ല സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന LDFിന്റെ കൊടികളും ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചിട്ടുമുണ്ട്. ഗ്രാമസഭ അറിയിപ്പ് ബോർഡ് നശിപ്പിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു.